മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോടു പോലും മാറ് കിളിപ്പാട്ട് തേനായി തുളിക്കുമീ നാട്ടിൽ കരിക്കാടി പോലും പാല് തനിത്തങ്കവും കൊണ്ടേ പോകുന്നു ഞാനും. ഓ ഹലോ ഗായ്സ്, എല്ലാവർക്കും ആനമയിലൊട്ടകം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിനടുത്തുള്ളൊരു പുഴയിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ. പച്ചപ്പും ഹരിതാഭയും ഒക്കെ നിറഞ്ഞൊരു വഴിയാണിത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഈ വഴികളും അതുപോലെ തന്നെ ഈ പുഴയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന്. കുളമ്പൊച്ച മോളും തുടിത്താളമോടെ നടക്കെൻ്റെ കാളേ വേഗം വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേറും നാട്. തണുപ്പോലും ആ നാട്ടിൽ നിങ്ങളും വായോ. ഓ പൊങ്കലായേലോ പാടൂ നീ. ഓ പാട്ടൊക്കെ കേട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അങ്ങനെ നടന്ന് നമ്മൾ പുഴയ്ക്കലെത്തി കേട്ടോ. പുഴയ്ക്കൽ ഒത്തിരി വലിയ മരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. താഴ്ന്ന ശിഖരങ്ങളായതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ മുകളിൽ കയറിയിരിക്കാനൊക്കെ പറ്റും. പക്ഷേ ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല കേട്ടോ. പുഴയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഫുൾ കൈതയുടെ കാടാണ് കേട്ടോ. കഴിഞ്ഞ തവണ പുഴയ്ക്ക് വന്ന സമയത്ത് കൈതപ്പൂവെല്ലാം കണ്ടിരുന്നു. ഇത്തവണ കൈതപ്പൂവൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. മാത്രമല്ല ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ പുഴ ശരിക്കും ചെറുതായ പോലെ. നമ്മളിപ്പോൾ ഈ നടന്നു വന്നപ്പോൾ കണ്ട ഉരുളൻകല്ലുകളും പാറക്കല്ലുകളും ഒക്കെ ഇല്ലേ, ആ ഒരു സൈഡിലേക്ക് നീങ്ങിയായിരുന്നു പുഴ ഉണ്ടായിരുന്നത്. പക്ഷേ നല്ലോണം പുഴ ഇറങ്ങിയ പോലെ തോന്നുന്നുണ്ട് ഇത്തവണ വന്നപ്പോൾ. നല്ല തെളിഞ്ഞ വെള്ളമാണ് പുഴയിലേത്. മാത്രമല്ല ചുറ്റും കൈതക്കാടും. എന്തു ഭംഗിയാണ് കാണാൻ. നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. മാത്രമല്ല നല്ല സുഖമാണ് കുടിക്കാൻ. മുഖമൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ്. നല്ല തണുത്ത ഫ്രഷ് വാട്ടറാണ്. ഒഴുകുന്ന വെള്ളത്തിൽ അഴുക്കില്ല എന്നാണല്ലോ പറയുന്നത്. കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയാണ് കേട്ടോ ഈ പുഴ. പക്ഷേ ഇപ്പോൾ പുഴേനെ കണ്ടിട്ട് പുഴ എന്ന് വിളിക്കാൻ തോന്നണേ ഇല്ല. ജസ്റ്റ് ഒരു തോട് പോലെ ആയിട്ടുണ്ട്. വറ്റി ഒരു സൈഡിലുള്ളൊരു ഇടത്തോട് മാതിരി ആയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഈ നാട്ടിലെ ചില ആളുകൾ ഇവിടെ വന്ന് കുളിക്കുകയും അലക്കുകയൊക്കെ ചെയ്യുന്നവരാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളമായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നണില്ല കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു. എന്തായിരിക്കുമല്ലേ പുഴ ഇങ്ങനെ വറ്റാനുള്ള കാരണം? നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കുമല്ലേ പ്രകൃതി നമുക്ക് തിരിച്ചും തരുന്നത്. കഴിഞ്ഞ നാളിലെ വഴിയിൽ കൊഴിഞ്ഞ പീലികൾ പെറുക്കി മിനുക്കുവാൻ തലോടുവാൻ മനസ്സിലെന്തൊരു മോഹം. എത്ര സുന്ദര ലിപികൾ, അതിലെത്ര നൊമ്പര കൃതികൾ. ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമരങ്ങൾ. തുറന്ന വാതിലിലൂടെ കടന്നു വന്നൊരു മൈന പറന്നുവോ അകന്നുവോ മാനത്തിന്നൊരു മൗനം. എത്ര അഴക്, അതിലെത്ര വർണ്ണച്ചിറക്. എത്ര അഴക്, അതിലെത്ര വർണ്ണച്ചിറക്. ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമരങ്ങൾ. ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമരങ്ങൾ.
കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈന്തിൻ്റെ മരമാണ് കേട്ടോ ഈ കാണുന്നത്. നിറയെ ഈന്ത് മരങ്ങൾ ആ ഭാഗത്തുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണം. ഈന്ത് ഉണക്കി പൊടിക്കുന്നതും ആ പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവവും അടങ്ങിയ 2 വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ 2 വീഡിയോയുടെയും ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ പാട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഓൾ.